In this video, we are going to discuss about the accounting procedure of dependent branch as per debtor system and when goods are sent to branch at invoice price. Last വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിം സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിന് വിടുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ. ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസിന്റെ മറ്റൊരു പേരാണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയാം. സെല്ലിംഗ് പ്രൈസ് മീൻസ് കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. സാധാരണ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ റിവീൽ ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്തപ്പോഴാണ് ഹെഡ് ഓഫീസ് വിൽ സെൻഡ് ഗുഡ്സ് ടു ദി ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ? ആര് തന്നെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് തന്നെ. ഡിപെൻഡന്റ് ബ്രാഞ്ചസിൽ എല്ലായ്പ്പോഴും ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചുകൾക്ക് വേണ്ടി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. The question is, head office at Chennai has a branch at Mettupalayam to which goods are invoiced at cost plus 25%. അതായത് ഹെഡ് ഓഫീസ് ആയ ചെന്നൈ മേട്ടുപാളയം എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. ഇൻവോയ്സ് പ്രൈസ് മീൻസ് സെല്ലിംഗ് പ്രൈസിലാണ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത പ്രൈസിനാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വിടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആൻഡ് വി വെർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട്. ഡീറ്റെയിൽസ് ഇതാണ്. ഫോർ ദി ഇയർ എൻഡഡ് 31st December 2024 ആണ്. Information is given up. First one is stock on 1st January 2024. 40,000 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നീട് ബ്രാഞ്ച് ഡെറ്റർ ഓൺ ഓപ്പണിംഗ് ഡേ 50,000. Then goods sent to branch 4 lakh. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ട്. വിൽക്കാൻ വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. എത്ര ലക്ഷം രൂപയ്ക്കാണ്? 4 lakh. ദിസ് ഇസ് വിച്ച് പ്രൈസ്? ഇതെന്ന് പറയുന്നതാണ് ഇൻവോയ്സ് പ്രൈസിലാണ്. ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് അയച്ചേക്കുന്നത്. ഇൻവോയ്സ് പ്രൈസിന്റെ മറ്റൊരു പേര് എന്താണ്? സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 4 ലക്ഷത്തിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? കോസ്റ്റും, അതായത് ഹെഡ് ഓഫീസിന് ചെലവായ കോസ്റ്റും, പിന്നീട് അവർ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചിരിക്കുന്നത്. അപ്പൊ ബ്രാഞ്ച് നോക്കുമ്പോൾ ഇത് അവിടെ എത്തിച്ചേർന്ന ഗുഡ്സിന്റെ പ്രൈസ് എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. അവർക്കറിയില്ല ഇതിനകത്ത് എത്രയാണ് കോസ്റ്റ് പ്രൈസ്, എത്രയാണ് പ്രോഫിറ്റ് എന്ന്. നെക്സ്റ്റ് ഐറ്റം ഇസ് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ക്യാഷ് കൊടുക്കാറുണ്ട്. ഏതൊക്കെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്? റെന്റ് 3,000, സാലറി 5,000, സൺട്രി എക്സ്പെൻസ് 2,000, അങ്ങനെ ടോട്ടൽ 10,000 രൂപ ക്യാഷ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തന്നിരിക്കുന്നത് ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് 3,60,000 എന്നാണ് പറയുന്നത്. 3,60,000 ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ക്യാഷ് സെയിൽസ് 2 lakh. അതായത് ഈ 3,60,000 എന്ന് പറയുന്ന ഏതൊക്കെ സെയിൽ ചേരുന്നതാണ്? ക്യാഷ് സെയിലും പിന്നീട് ക്രെഡിറ്റ് സെയിലും ആയിരിക്കും. കാരണം ക്യാഷ് സെയിൽ എത്രയുള്ളെന്ന് പറയുന്നത് ഈ 3,60,000 ക്യാഷ് സെയിൽ എമൗണ്ട്സ് ടു ഓൺലി 2 lakh rupees. ബാലൻസ് എത്ര വരും? 3,60,000 2 ലക്ഷം രൂപ ക്യാഷ് സെയിലാണ്. ബാക്കി വരുന്നത് 1,60,000. ദാറ്റ് വിൽ ബി ക്രെഡിറ്റ് സെയിൽ. അപ്പൊ അത് ഓർത്തോണെ. ക്രെഡിറ്റ് സെയിലിന് പ്രത്യേകം തന്നിട്ടില്ല. ഈ 3,60,000 നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ലക്ഷം ക്യാഷ് സെയിലും 1,60,000 രൂപ ക്രെഡിറ്റ് സെയിലും എന്ന് മനസ്സിലാക്കിക്കോണം. Then cash received from debtors. ക്രെഡിറ്റ് സെയിലിൽ നിന്നും ഡെറ്റേഴ്സ് ഉണ്ടായിരുന്ന ഇതുവരെ 1,50,000 രൂപ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഇൻഫർമേഷനും കൂടെ ഉണ്ട്. സ്റ്റോക്ക് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അസറ്റുകൾ എത്ര എണ്ണ തന്നേക്കുന്നത്? 2 അസറ്റുകളെ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് അസറ്റ്. ലയബിലിറ്റി ഒന്നും തന്നെ ഈ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. വേറെ ലയബിലിറ്റീസ് ഒന്നുമില്ല. 2 അസറ്റ്. ഒന്ന് സ്റ്റോക്കും ഡെറ്ററും. സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പിന്നീട് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസേ ഉള്ളൂ, ബട്ട് ക്ലോസിംഗ് ബാലൻസ് ഇസ് നോട്ട് ഗിവൻ. സോ വി നീഡ് ടു ഫൈൻഡ് ക്ലോസിംഗ് ഡെറ്റർ ബാലൻസ് ബൈ പ്രിപ്പയറിംഗ് എ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്. അത് മറക്കല്. വർക്കിംഗ് ആയിട്ട് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ട? ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദി ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താണ്? ഇൻവോയ്സ് പ്രൈസിനാണ് ഗുഡ്സ് വിട്ടിരിക്കുന്നതെങ്കിൽ ഇതിലെല്ലാം പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഏതിലൊക്കെയാണ്? ഒന്ന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലായിടവും പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ 40,000-നകത്തും സ്റ്റോക്ക് അല്ലേ, അതായത് കഴിഞ്ഞ വർഷത്തെ അൺസോൾഡ് സ്റ്റോക്ക് ആണ് ഈ വർഷത്തെ
ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ 40,000 ഏത് പ്രൈസിലാണ് പോയേക്കുന്നത്? ഇൻവോയ്സ് പ്രൈസ്. ആൻഡ് ദിസ് ഓൾസോ ഇൻക്ലൂഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ കോസ്റ്റ് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ഏതിലൊക്കെയാണ് പ്രോഫിറ്റ് ലോഡിംഗ് ഉള്ളത്? പ്രോഫിറ്റ് ലോഡിംഗ് ഉള്ളത് ഏതിലൊക്കെ ഉണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവും, പിന്നീട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ഉണ്ടാവും. ഗുഡ്സ് റിട്ടേൺ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അതിലും ഉണ്ടായിരുന്നേനെ. പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്കിലും. ക്ലോസിംഗ് സ്റ്റോക്കും ഏത് പ്രൈസിലായിരിക്കും? ഇൻവോയ്സ് പ്രൈസ്, ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. അതായത് 30,000 എന്തുണ്ട്? കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻവോയ്സ് പ്രൈസിലാണ് തരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടിട്ട് അതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് വേണ്ടത്. കാരണം നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസിനെ കാണിക്കാൻ സാധിക്കില്ല. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, ഇതെല്ലാം സെല്ലിംഗ് പ്രൈസിലല്ലേ തന്നേക്കുന്നത്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനെ നിങ്ങൾ കണ്ടെത്തി അതിനെ റിമൂവ് ചെയ്യാണ് വേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ എവിടൊക്കെയാണ് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കിൽ, പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്കിൽ. അതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റിന്റെ പോർഷൻ എത്ര ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് കാണണം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, ഇവർ പറയുന്നത് വേണ്ടേ? ഫസ്റ്റ് സെന്റൻസ്, ഹെഡ് ഓഫീസ് അറ്റ് ചെന്നൈ ഹാസ് എ ബ്രാഞ്ച് അറ്റ് മേട്ടുപാലയം ടു വിച്ച് ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. കോസ്റ്റിന്റെ 25% ആണ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. കോസ്റ്റ് എത്ര ആണോ അതിന്റെ 25% പ്രോഫിറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം വർക്കിംഗ് വരുന്നത്. The goods are supplied by head office to branch at invoice price. Invoice price എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25%. ചിലപ്പം 30% ആയിരിക്കും, ചിലപ്പം 50% ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 25% ആണ്. കോസ്റ്റ് പ്ലസ് 25% ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഇസ് ദ ഹിന്റ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഇൻക്ലൂഡഡ്. ഇതാണ് ഹിന്റ്. ഈ ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? പ്രോഫിറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതായത് ഇൻവോയ്സ് പ്രൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഇൻവോയ്സ് പ്രൈസിൽ എത്രമാത്രമാണ് പ്രോഫിറ്റ് എന്ന് കണ്ടെത്തുന്നത്. എവിടത്തേക്കാണ് കണ്ടെത്തേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്, ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തണം. ദെൻ ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ വർക്കിംഗ് ചെയ്യാൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്തേണ്ടത്? ആദ്യം നമ്മൾ ഈ ഹിന്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര എന്നാ പറയുന്നത്? 25% ഓൺ കോസ്റ്റ് എന്നാ പറയുന്നത്. ഹിന്റ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ഇസ് പ്രോഫിറ്റ് ഈക്വൽസ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓൺ കോസ്റ്റ് എന്നാണ് പറയുന്നത്. 25% എന്ന് പറഞ്ഞാൽ എന്താ? 25 ഡിവൈഡഡ് ബൈ 100. 100 എന്ന് പറയുന്നത് ഫുൾ പോർഷൻ ആണ്. അതിൽ 25 എന്ന് പറയുന്നത് 25% എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. 100 എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ പറഞ്ഞ കോസ്റ്റ് പ്ലസ് 25%. സോ 100 വിൽ ബി കോസ്റ്റ്. 100 എന്ന് പറയുന്ന കോസ്റ്റും 25 എന്ന് പറയുന്ന എന്തുമായിരിക്കും? പ്രോഫിറ്റും ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 50% കോസ്റ്റ് പ്ലസ് 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ഡിവൈഡ് ബൈ 100. ഔട്ട് ഓഫ് ദാറ്റ് 50 വിൽ ബി പ്രോഫിറ്റ് ആൻഡ് 100 വിൽ ബി കോസ്റ്റ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് 30% എന്ന് പറഞ്ഞാൽ എന്താണ്? 30 കോസ്റ്റിന്റെ 30% പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 100. സി വിൽ ബി 100 ആൻഡ് പി വിൽ ബി 30. അങ്ങനെ പോകും. ഇവിടെ നമ്മൾ അതൊന്നും അല്ല, 25% ആണ്. ഇങ്ങനെ ഒരു ഫോർമുല എഴുതുക. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽസ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസ് മീൻസ് ഇൻവോയ്സ് പ്രൈസ്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 25% നല്ല ഹിന്റ്. ഹിന്റില് നമ്മളത് മനസ്സിലാക്കിയെടുത്ത് ഇതിൽ 25 എന്ന് പറയുന്ന പ്രോഫിറ്റും 100 എന്ന് പറയുന്നത് കോസ്റ്റുമാണ്. സോ കോസ്റ്റ് ഇസ് 100. We can write like this. Cost is 100 and profit is 25. 100 plus 25, that is 125 will be the selling price. ഇതാണ് ഈ ഹിന്റിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. കാരണം നമ്മുടെ ഹിന്റിങ് ആണ് കോസ്റ്റ് പ്ലസ് 25% എന്ന് പറഞ്ഞുകൊണ്ടാണ് 25% എന്ന് പറയുന്ന പ്രോഫിറ്റ്. അല്ല 100 എന്താണ്? 25% means 25 divided by 100. 25 എന്ന് പറയുന്ന പ്രോഫിറ്റ് എങ്കിൽ 100 എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 100 will be cost. So when you substitute this formula, we will get 100 plus 25 equals 125. That is selling price. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും കോസ്റ്റ് പ്ലസ് സം പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനിയിപ്പോ എവിടേക്കാണ് ഈ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആയി കിടക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിലുണ്ട്,
പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്തുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നു. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ ഇൻ എ ക്വസ്റ്റ്യൻ ആസ് 40,000. 40,000 എന്നല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നേക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000. 40,000 എന്ന് പറയുന്നത് ഏത് പ്രൈസ് ആണ്? സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ അതിനെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയും. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, ഇൻവോയ്സ് പ്രൈസ് ആണ് 40,000 എങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലും എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 4 ലക്ഷം എന്നാണ് തന്നിരിക്കുന്നത്. 4 ലക്ഷം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ് 4 ലക്ഷം. നമ്മൾ എന്താ കണ്ടിട്ടേണ്ടത്? ഈ 4 ലക്ഷത്തിൽ എത്ര രൂപയാണ് കോസ്റ്റ് പ്രൈസ്, എത്രയാണ് പ്രോഫിറ്റ്, ആ ലോഡിങ് എത്രയാണ്, പ്രോഫിറ്റിന് മറ്റൊരു പേരാണ് ലോഡിങ് എത്രയാണ് കണ്ടെത്തി അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എന്തിലും ഉണ്ട്? ക്ലോസിംഗ് സ്റ്റോക്കിലും ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ 30,000 തന്നിരിക്കുന്ന ഏത് പ്രൈസ് ആണ്? സെല്ലിംഗ് പ്രൈസ്. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ ഇതില് ഈ 30,000 എത്രയാണ് പ്രോഫിറ്റ്, ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,000 rupees ആണ്. 40,000 എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത്? 40,000 സെല്ലിംഗ് പ്രൈസ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ദിസ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇതിൽ ഏതാ കണ്ടെത്തേണ്ടത്? പ്രോഫിറ്റ് എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ലോഡിംഗ് ഇൻ പ്രോഫിറ്റ്, ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ലോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലോഡിംഗ് എത്ര ആണെന്ന് നിങ്ങൾ കണ്ടെത്തുക. നമുക്കൊരു കാര്യം അറിയാം, നമ്മളൊരു ബേസിക് ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 125 = 100 + 25. ആ ഹിന്റ് അനുസരിച്ചാണ്. അപ്പൊ ഇതില് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 40,000 എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ്? ഈ സെല്ലിംഗ് പ്രൈസ്. അതായത് 125ന്റെ വാല്യൂ ആണ് നമുക്കറിയാവുന്നത്. 125 എന്ന് പറയുന്നത് 40,000 രൂപയാണ് എങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഈ 25 പ്രോഫിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. 25% എത്ര ആയിരിക്കും? അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നേക്കുന്നത്. ദാറ്റ് ഇസ് 40,000. 40,000 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്. അതെന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 125%. ദെൻ ഹൗ മച്ച് വിൽ ബി ദി ലോഡിംഗ്? ലോഡിംഗ് മീൻസ് പ്രോഫിറ്റിന്റെ മറ്റൊരു പേരാണ് ലോഡിംഗ്. ദെൻ ഹൗ മച്ച് ഇസ് 25. ദെൻ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ 8,000 എന്ന് കിട്ടും. അത് കിട്ടിയല്ലോ. അപ്പൊ എന്ത് മനസ്സിലായി? ഈ 40,000-ല് 8,000 എന്ന് പറയുന്നത് എന്താണ്? 8,000 എന്ന് പറയുന്ന പ്രോഫിറ്റും വിച്ച് എത്രയാണ്? 40,000 മൈനസ് 8,000, ദാറ്റ് ഇസ് 32,000 എന്ന് പറയുന്ന കോസ്റ്റ്. അപ്പൊ കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, പ്രോഫിറ്റ് കണ്ടെത്തിയാൽ മതി. 8,000. സോ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് 8,000. അതുപോലെ എന്തിന്റെ കണ്ടുപിടിക്കണം? ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 30,000 എന്നാണ് തന്നിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഇസ് സെല്ലിംഗ് പ്രൈസ്. 30,000 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്. അതെന്ന് പറയുന്നത് എത്ര പെർസെന്റ് ആണ്? ആ ഒരു ഫിഗറെ നമുക്കറിയുള്ളൂ. അതെന്ന് പറയുന്നത് 125, 125% എങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡിംഗ് ആയ 25% എത്രയാണ്? 30,000 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് ഇസ് 125. Then how much will be the profit? 25%. That is equal to 6,000 കിട്ടും. അതായത് 30,000 രൂപയിൽ 6,000 രൂപ പ്രോഫിറ്റ് ആണ്. അപ്പൊ ബാക്കി എത്രയുണ്ട്? 30,000 മൈനസ് 6,000, 24,000 ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. പ്രോഫിറ്റ് മാത്രം നോക്കിയിരുന്നാൽ മതി. ലോഡിംഗ് മീൻസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ്. ഇത് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാത്തിന്റെയും ലോഡിംഗ് കണ്ടുപിടിക്കുക. ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് ഗുഡ്സ് വിട്ടിട്ടില്ലേ ബ്രാഞ്ചിലേക്ക്, അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്ന ലോഡിംഗ് എത്രയാണെന്ന് നോക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 4 ലക്ഷം രൂപയാണ്. കണ്ടോ, 4 ലക്ഷം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ട് 125%. ദെൻ ഹൗ മച്ച് ഇസ് പ്രോഫിറ്റ്? ദാറ്റ് ഇസ് 25%. എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ 4 ലക്ഷത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന പ്രോഫിറ്റ് ആണ് ഇനി കണ്ടുപിടിക്കുന്നത്. 4 ലക്ഷം എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ഇറ്റ് ഇസ് 125%. Then how much is the profit? Profit 25% അല്ലേ? 25% എത്രയാണ്? 125% എന്ന് പറയുന്നത് 4 ലക്ഷം ആണെങ്കിൽ
25% പ്രോഫിറ്റ് എത്രയാണ്? then you will get 80,000. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇൻവോയ്സ് പ്രൈസിനാണ് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിൽ ഉണ്ടാവുന്ന ലോഡിംഗ് എല്ലാം കണ്ടെത്തുക. സ്റ്റോക്കിൽ ലോഡിംഗ് സാധാരണ വരുന്നത് എവിടേക്കായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവും. കാരണം ഇത് ഗുഡ്സ് സെൻഡ് ടു തന്നെ വിൽക്കാതിരുന്നതാണ് ആ വർഷം. അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. So this contains loading, opening stock contains loading, then closing stock contains loading, then goods sent to branch contains loading. പിന്നെ goods returned by branchും അതിനകത്തും ലോഡിംഗ് ഉണ്ടാവും. അത് ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കണ്ട. ഉണ്ടെങ്കിൽ ആ സെയിം രീതിയിൽ അതും കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് നമ്മൾ എന്തിനെ റിമൂവ് ചെയ്യുക? ഈ പ്രോഫിറ്റിനെ റിമൂവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഇതാണ് കേട്ടോ. ഇൻവോയ്സ് പ്രൈസ് എന്ന സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു, അതൊക്കെ മനസ്സിലാക്കി കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. പിന്നെ തന്നിരിക്കുന്ന ഹിന്റ് വെച്ച് നിങ്ങൾ ആ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുക. ആ പെർസെൻറ്റേജ് വെച്ച് അതിനെ സോൾവ് ചെയ്തെടുക്കുക. കോസ്റ്റിന്റെ ബേസിസിലാണ് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് വിൽ ബി 100. ചില കേസിൽ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിൽ പ്രോഫിറ്റ് ഫിക്സ് ചെയ്യും. അങ്ങനെയുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആയിരിക്കും 100%. അത് ഓർത്തോണേ. അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എല്ലാം കോസ്റ്റ് തന്നെ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രീതി തന്നെയാണ്. കോസ്റ്റ് വിൽ ബി 100 and the given percentage will be profit. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ 100 + 25 125. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലം ആസ് യൂഷ്വൽ നമ്മൾ ഡിപെൻഡന്റ് ബ്രാഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡെറ്റർ സിസ്റ്റത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രിപ്പയർ മേട്ടുപ്പാളയം ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ചെന്നൈയിലുള്ള ഹെഡ് ഓഫീസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. മേട്ടുപ്പാളയം ബ്രാഞ്ച് എന്ന് പറഞ്ഞവർ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾക്കറിയാം, ഡെബിറ്റ് സൈഡിലെല്ലാം എക്സ്പെൻസുകളും റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് എല്ലാം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസെറ്റ്. ഇവിടെ രണ്ട് ഓപ്പണിംഗ് ബാലൻസസ് ആണുള്ളത്. ഏതിനൊക്കെയാണ്? സ്റ്റോക്കിനും ഡെറ്റേഴ്സ്. ഡെബിറ്റ് സൈഡിലാണ് അസെറ്റിനെ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്. സ്റ്റോക്ക് നോക്കി ഇവിടെ നമ്മൾ എത്ര രൂപയെന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്? 40,000. സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 40,000 നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തി. 40,000 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്ര മുമ്പേ കണ്ടെത്തി? ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് 8,000. കണ്ടോ? 8,000 എന്ന് കണ്ടെത്തി. അപ്പൊ അത് ഓർത്തോണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെറുതെ എഴുതിയിരിക്കുകയാണ്. 8,000 ഇതിനകത്തെ പ്രോഫിറ്റ് ആണ്. ഈ കോസ്റ്റ് പ്രൈസിനെ കാണിക്കാൻ പാടുള്ളൂ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 40 - 8 32 ഇവിടെ വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് ഇറേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ 40,000 ഒന്നങ്ങ് എഴുതി. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് 8,000 പ്രോഫിറ്റിനെ എടുത്ത് മാറ്റണം, അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അത് എഴുതാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദാറ്റ് ഇസ് നോൺ എസ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. കണ്ടോ? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 8,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതി ആ എമൗണ്ടിനെ റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന പ്രോഫിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഓപ്പൺ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിവേ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് ഓപ്പണിംഗ് ബാലൻസ് ആയി. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലേ അടുത്തത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 4 ലക്ഷം. ഈ 4 ലക്ഷം ക്വസ്റ്റ്യൻ അത് അതേപോലെ എഴുതി. പക്ഷെ 4 ലക്ഷം എന്ന് പറയുന്നത് ഏത് പ്രൈസ് ആണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അതായത് ഇൻവോയ്സ് പ്രൈസ് ആണ് ഈ 4 ലക്ഷം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഇതിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 4 ലക്ഷത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് 80,000 rupees ആണ്. അപ്പൊ ഈ 80,000 നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്നല്ല എഴുതുന്നത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ലോഡിംഗ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 80,000. ഈ 80,000 ലോഡിംഗ് മാറ്റാൻ വേണ്ടി ഇവിടാണ് എഴുതേണ്ടത്. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം ചെയ്ത പോലെ ഹെഡ് ഓഫീസ് കുറെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന പറഞ്ഞില്ല, അതിന് ബാങ്ക് എന്നും പറഞ്ഞ് എഴുതുക. ഏതൊക്കെ എക്സ്പെൻസ് ആണ്? റെന്റ്, സാലറി, സൺട്രി എക്സ്പെൻസ്. ഇത് മൂന്നും കൂടെ കൂട്ടി 10,000. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. പിന്നീട് വരുന്ന എന്താണ്? ഇൻകംസ് ആണ്. മെയിൻ ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് സെയിലും പിന്നീട് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സും. അങ്ങനെ ബാങ്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇത്രയും രൂപ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? ക്യാഷ് സെയിൽ വഴിയും കിട്ടി, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സും കിട്ടി. ഓക്കെ, പിന്നെ ഈ അടുത്ത് ഞാൻ ഇവിടെ എഴുതി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ലോഡിങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി 40,000 8,000 റിമൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് എഴുതി. പിന്നീട് അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്താണ്?
ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 4 ലക്ഷത്തിനകത്ത് ലോഡിംഗ് ഉണ്ടായിരുന്നല്ലോ, പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു 80,000, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് 80,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി മറ്റ് ഐറ്റംസ് ഒന്നുമില്ല, വേറെ ഗുഡ്സ് റിട്ടേൺ ഒന്നുമില്ല. നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റിൽ ഏതൊക്കെ വരും? സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 30,000 എന്ന്. പക്ഷെ ഡെറ്റർ ഓപ്പണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, ക്ലോസിംഗ് തന്നിട്ടില്ലായിരുന്നു. വി ഹാവ് ടു പ്രിപ്പയർ ബ്രാഞ്ച് debtor account and find this debtor's closing balance. ആ debtor account ഒന്ന് കാണിച്ചു തരാം. debtor account തന്നെ ഞാൻ ആദ്യം അങ്ങ് വർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കിയല്ലോ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ. ഒരു വർക്കിംഗ് ആയിട്ടൊരു ഡെറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റർ ഇറ്റ് ഇസ് ഗിവൺ ഇൻ യു ക്വസ്റ്റ്യൻ 50,000. പിന്നീട് ഡെറ്റേഴ്സിന് ഇൻക്രീസ് ഉണ്ടാവുന്ന എപ്പോഴാണ്? ഡെറ്റർ ഓൾവേസ് ഹാവ് ഡെബിറ്റ് ബാലൻസ് അല്ലേ, കാരണം ഇറ്റ് ഇസ് എൻ അസറ്റ്. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ യു നീഡ് ടു പോസിഷൻ ഡെബിറ്റ് സൈഡ്. അസറ്റിന് ഡിക്രീസ് ഉണ്ടാവുമ്പോൾ, ഡെറ്റേഴ്സിന് ഡിക്രീസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ബി ഡി 50,000. പിന്നീട് ക്രെഡിറ്റ് സെയിൽ സംഭവിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ ഡയറക്ട്ലി തന്നിട്ടില്ല. 3,60,000 ടോട്ടൽ സെയിൽ എന്ന് പറയുന്നുണ്ട്. അതിൽ 2 ലക്ഷം ക്യാഷ് സെയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിച്ചം വരുന്നത് ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, പിന്നീട് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ ക്വസ്റ്റ്യനിലുണ്ടല്ലോ, അതാണ്ട് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ എഴുതി. ക്യാഷ് റിസീവ്ഡ് ഓക്കെ 1,50,000. അത് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുക. പിന്നീട് ബാഡ് ഡെറ്റും അങ്ങനെ ഒന്നുമില്ല. സോ ദി ബാലൻസിങ് ഫിഗർ 60,000. അതായത് 50,000 1,60,000 കൂട്ടുമ്പോൾ 2,10,000. അതിൽ നിന്ന് 1,80,000 മൈനസ് ചെയ്യുക. ദെൻ ദ ബാലൻസ് ഓഫ് ഡെറ്റർ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റർ 60,000. ഈ 60,000 ആണ് നമ്മൾ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത്. 60,000. ഓക്കെ, ഇനി ഒരു കാര്യം കൊണ്ടുണ്ട്, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിലും എന്തുണ്ട്? ലോഡിംഗ് ഇല്ലയോ? പ്രോഫിറ്റ് ലോഡിംഗ്, അത് റിമൂവ് ചെയ്യണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ എത്രയാണ് ലോഡിംഗ്? പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി കാൽക്കുലേറ്റഡ് 6,000. അപ്പൊ ആ 6,000 നമ്മൾ റിമൂവ് ചെയ്യണം. ഈ 30,000 6,000 നമ്മൾ റിമൂവ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഇസ് പ്രോഫിറ്റ്. അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് സൈഡിൽ എഴുതണം? ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞു കണ്ടോ. റിമൂവ് ചെയ്യാനുള്ള എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് 6,000. ഓക്കെ, നമ്മളെല്ലാം തന്നിരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞു. Now we can balance the account. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻകം സൈഡിന് ടോട്ടൽ 5,28,000 വരും. ഇനി ഡെബിറ്റ് സൈഡും കൂടെ ടോട്ടൽ ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 5,06,000 എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് എക്സ്പെൻസ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 5,06,000. ഗ്രേറ്റർ 5,28,000 അല്ലേ. അപ്പൊ രണ്ട് സൈഡും 5,28,000 എഴുതി. ഇവിടാണ് എക്സ്പെൻസ് ആണ് കുറഞ്ഞു നിൽക്കുന്നത്. ഡിഫറൻസ് എടുക്കുമ്പോൾ 22,000 rupees എന്ന് വരും. 22,000 എങ്ങോട്ടേക്ക് മാറ്റുക? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ദിസ് ഇസ് ദി ബാലൻസിംഗ് ഫിഗർ ആൻഡ് ദിസ് ഇസ് ബ്രാഞ്ച് പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആയത്? ബിക്കോസ് ഇൻകം ഇസ് മോർ ദാൻ എക്സ്പെൻസ്. ഇൻകം 5,28,000 വന്നില്ലയോ, എക്സ്പെൻസ് എത്ര വന്നോളൂ? 5,06,000. സോ വി ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് 22,000. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ പഠിച്ച പുതിയ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലോഡിംഗ്, അതായത് ഇൻവോയ്സ് പ്രൈസിനാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ. എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണും. പിന്നീട് ഗുഡ്സ് സെൻഡ് ടൂല് പ്രോഫിറ്റ് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നീട് ഗുഡ്സ് റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് വരും, അതിലും പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിലുള്ള പ്രോഫിറ്റിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. ആദ്യം ഇതിലുള്ള പ്രോഫിറ്റിനെ, അല്ലെങ്കിൽ അതിനെ ലോഡിംഗ് എന്ന് പറയും, അതെല്ലാം വർക്കിംഗ് ആയിട്ട് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എളുപ്പമാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിലെ പ്രോഫിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾ ഇൻവോയ്സ് പ്രൈസ് തന്നെ എഴുതുക, തന്നിരിക്കുന്ന പ്രൈസ് തന്നെ എഴുതുക. അതിനുശേഷം പ്രോഫിറ്റ് റിമൂവ് ചെയ്യുക. പ്രോഫിറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് 8,000. പിന്നീട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചില് പ്രോഫിറ്റ് 4,80,000 രൂപ പ്രോഫിറ്റ്. അതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എവിടെ എഴുതുക? ഇറേസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. വി ഹാവ് ടു റൈറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഓർ ക്രെഡിറ്റ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. അങ്ങനെ സ്റ്റോക്ക് റിസർവ് എന്നല്ല, അതിന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെയാണ് എഴുതുന്നത്. ആ പ്രോഫിറ്റ് പോർഷൻ 80,000. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തുണ്ട്? ലോഡിംഗ് ഉണ്ട്. ലോഡിംഗ് മീൻസ് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് 6,000. അപ്പൊ 6,000 റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ അത് മറക്കരുതാണ് പുതിയ പഠിച്ച അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഹെഡ് ഓഫീസ് കോസ്റ്റ് പ്രൈസിനും ഗുഡ്സ് സെൻഡ് ചെയ്യും ബ്രാഞ്ചിലേക്ക്, അതുപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസിനും സെൻഡ് ചെയ്യും. ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ലോഡിങ്ങിനെ റിമൂവ് ചെയ്യുക. ലോഡിങ്ങിനെ റിമൂവ് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്,
ക്ലോസിംഗ് സ്റ്റോക്ക് ഗുഡ്സ് സെൻഡ് ടു. റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്കിനും ക്ലോസിംഗ് സ്റ്റോക്കിനും. ഗുഡ്സ് സെൻഡ് ടുവിന് ഗുഡ്സ് സെൻഡ് ടു എന്ന് തന്നെ എഴുതുക. പക്ഷെ ആ പ്രോഫിറ്റ് ലോഡിംഗ് കണ്ടെത്തുക. ഇത്രയേ ഉള്ളൂ. ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് ഇൻവോയ്സ് പ്രൈസിനാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഈ സെയിം അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് മറ്റൊരു മെത്തേഡിലും യൂസ്ഫുൾ ആവും. സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ചെയ്യുമ്പോഴും ഇത് നല്ലപോലെ മനസ്സിലാക്കിയെങ്കിലേ ചെയ്യാൻ പറ്റും. ഇത് ഓർത്തോണെ കോസ്റ്റ് പ്ലസ് 25% എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് 50% എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് 30% എന്നൊക്കെ പറഞ്ഞാല് പിന്നെ തന്നിരിക്കുന്ന പെർസെന്റേജ് എന്ന് പറയുന്ന പ്രോഫിറ്റും പെർസെന്റേജിന്റെ ഫുൾ പോർഷൻ എന്ന് പറയുന്നത് 100 വിൽ ബി കോസ്റ്റ് ആണ്. കോസ്റ്റ് പ്ലസ് എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അതനുസരിച്ച് മനസ്സിലാക്കി വെച്ച് ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.